2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. KJ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. KJ MLAയുടെ 2023-24 പ്രത്യേക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച 15 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത്. നമ്മുടെ നാട്ടിലെ ഒരു കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസമാണ് നമ്മളെ ഏറെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ വന്ന നിതി ആയോഗിന്റെ റിപ്പോർട്ടിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് തുടരുകയാണ് കേരളം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചെറിയ ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കാത്തവരുള്ള സംസ്ഥാനം 0-യാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ രാജ്യത്ത് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 1ാമത്തെ സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. കൊച്ചിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് MLA ഫണ്ടിൽ നിന്ന് ലാപ്ടോപ്പുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ടോയ്ലറ്റുകൾ, കിച്ചൺ ബ്ലോക്കുകൾ, മറ്റുപകരണങ്ങളെല്ലാം നൽകി വരുന്നുണ്ട്. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 15 ലാപ്ടോപ്പുകൾ നൽകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ജനറൽ മാനേജർ റവറന്റ് ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ നിർവഹിച്ചു. മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് സാന്താക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂള്. ഈ സ്കൂളിന് ഇന്ന് 15 ലാപ്ടോപ്പുകൾ നമ്മുടെ സ്വന്തം MLA KJ തന്റെ വികസന ഫണ്ടിൽ നിന്ന് നൽകുകയാണ്. മാനേജർ എന്നുള്ള നിലയിൽ ഏറ്റവും സ്നേഹത്തോടെ ഈ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ രൂപതയുടെ ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പഠിക്കുന്ന അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നല്ലൊരു കൈയടി വിദ്യാഭ്യാസത്തിന്റെ വഴികള്, നൂതനമായ വഴികള് ലോകമെങ്കും തുറക്കപ്പെടുകയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ സാന്താക്രൂസ് ഹൈസ്കൂൾ അധ്യാപിക PS സിനിയെ ചടങ്ങിൽ ആദരിച്ചു. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഓഫീസർ N സുധ സന്നിഹിതയായിരുന്നു. സാന്താക്രൂസ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ വിധു ജോയ് സ്വാഗതം ആശംസിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡിവിഷൻ കൗൺസിലറുമായ ഡോക്ടർ ആന്റണി കുരിത്തറ, പ്രധാനാധ്യാപകരായ മിനി KJ, ആനി സബീന ബിന്ദു, KSTA ഭാരവാഹികളായ ഷിബു TK, നിഷ MK, മുഹമ്മദ് അൻവർ, ഹോം സ്റ്റേ ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി വിൽസൺ ഡൊമിനിക്, സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൾ സമദ്, ജില്ലാ പരിസ്ഥിതി കോർഡിനേറ്റർ PM സുബേർ എന്നിവർ സംസാരിച്ചു. ലാപ്ടോപ്പുകൾ, പ്രൊജക്ടർ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ അനിവാര്യമാണ്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നമ്മുടെ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും സൗകര്യമാണ് ഇന്നത്തെ ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ട് ലഭ്യമായിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഈ സ്കൂളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പൊ പറഞ്ഞു വെളിയിലെ സ്കൂള്, പള്ളുരുത്തിയിലെ സ്കൂളുകൾ, മറ്റു സ്കൂളുകൾക്ക് ഇതുപോലെ നൽകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ തരുണത്തിൽ അതിനുകൂടെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത പോലെ ഒരുപക്ഷെ ഒരു MLA സ്കൂളുകളെ ശ്രദ്ധിക്കുന്നത്, ഇത്രമാത്രം ശ്രദ്ധിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് അടുത്തു നിന്നറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ഒരു അഭിനന്ദനം ഈ നമ്മുടെ MLA KJ ഞാൻ നേരുകയാണ്. അക്ഷരദീപം ജോയിന്റ് കൺവീനർ CS ഗിരീഷ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.